അപ്പ് എന്ന വാക്ക് എല്ലാവർക്കും അറിയാം. നമ്മളത് പ്രപ്പോസിഷനായിട്ട് ഉപയോഗിക്കാറുണ്ട് എപ്പോഴും. പക്ഷേ അപ്പ് എന്ന വാക്ക് ഒരു വേർബായിട്ട് ഉപയോഗിക്കാൻ പറ്റും എന്ന് എത്ര പേർക്കറിയാം? ഇന്നത്തെ ലെസൺ അതാണ്. അപ്പ് എങ്ങനെയാണ് ഒരു വേർബായിട്ട് ഉപയോഗിക്കുന്നത്. വേർബായിട്ട് ഉപയോഗിക്കുമ്പോൾ ഇൻക്രീസ് ചെയ്യുക, ഉയർത്തുക, വർദ്ധിപ്പിക്കുക എന്നൊക്കെയാണ് മീനിങ്. അപ്പ് എന്നത് അതിൻ്റെ ഒരു ബേസ് ഫോം ആണ് അപ്പ്. ഇതിൻ്റെ പാസ്റ്റ് ടെൻസ് ഫോം അപ്ഡ് എന്നാണ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം അപ്ഡ് എന്ന് തന്നെയാണ്. ഏതൊക്കെ സിറ്റുവേഷനിലാണ് അപ്പ് ഒരു വേർബായിട്ട് ഉപയോഗിക്കുന്നത്? ഫോർ എക്സാമ്പിൾ, അപ്പ് ദി എമൗണ്ട് എന്ന് പറഞ്ഞാൽ എമൗണ്ട്, തുക കൂട്ടുക, തുക ഇൻക്രീസ് ചെയ്യുക. അപ്പ് ദ പ്രൈസ് എന്ന് പറഞ്ഞാൽ വില കൂട്ടുക. അപ്പ് ദ പ്രഷർ എന്ന് പറഞ്ഞാലോ പ്രഷർ കൂട്ടുക. അപ്പ് ദ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കൂട്ടുക. ആഫ്റ്റർ 6 months ദ കമ്പനി അപ്ഡ് ഹിസ് സാലറി. അപ്ഡ് എന്നാണ് ഉപയോഗിച്ചത്, ഇൻക്രീസ്ഡ് എന്നാണ് അവിടെ മീനിങ്. പാസ്റ്റ് ടെൻസിലാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്. ആഫ്റ്റർ 6 months, 6 months 6 മാസങ്ങൾക്ക് ശേഷം കമ്പനി അദ്ദേഹത്തിൻ്റെ സാലറി ഇൻക്രീസ് ചെയ്തു, വർദ്ധിപ്പിച്ചു. ദ ഗ്രോസറി സ്റ്റോഴ്സ് ആർ അപ്പിംഗ് ദ പ്രൈസ് ഓഫ് എഗ്സ്. ഗ്രോസറി സ്റ്റോഴ്സൊക്കെ എഗ്സിൻ്റെ വില കൂട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പിംഗ്, നോക്കൂ, അപ്പിംഗ് എന്ന് ഉപയോഗിക്കുമ്പോൾ അത് അവിടെ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അപ്പിംഗ് എന്നുപയോഗിച്ചു. ദ സ്കൂൾ ഈസ് അപ്പിംഗ് ദ പ്രഷർ ഓൺ സ്റ്റുഡൻസ് ടു സക്സീഡ്. വിദ്യാർത്ഥികൾ വിജയിക്കുന്നതിന് വേണ്ടി സ്കൂൾ ഈസ് അപ്പിംഗ് ദ പ്രഷർ. കുട്ടികളുടെ മേലുള്ള ഒരു സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രഷർ കൂട്ടുക എന്ന മീനിങ്ങിലാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പേരൻസ് അപ്പ് ദ പ്രഷർ ഓൺ ദെയർ ചിൽഡ്രൻ ടു ഡു വെൽ ഇൻ ദ എക്സാം. എക്സാമിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്നതിന് വേണ്ടി കുട്ടികളുടെ മേലുള്ള സമ്മർദ്ദം, കുട്ടികളുടെ മേൽ പാരൻസ്, രക്ഷാകർത്താക്കൾ സമ്മർദ്ദം ചെലുത്താറുണ്ട്. പേരൻസ് അപ്പ് ദ പ്രഷർ എന്ന് പറയുമ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട്. പ്രസൻറ്റ് സിമ്പിൾ ടെൻസിലാണ് അപ്പ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇതൊന്നും അല്ലാതെ അപ്പ് ദ ആൻറ്റി എന്ന ഒരു എക്സ്പ്രഷൻ ഉണ്ട്. അത് ഒരു ഇഡിയം ആണ്. എന്താണ് ഇതിൻ്റെ മീനിങ്? ടു ഇൻക്രീസ് ദ മണി, ടു ഇൻക്രീസ് ദ കോസ്റ്റ്, ടു ഇൻക്രീസ് ദ ഡിമാൻഡ്, ടു ഇൻക്രീസ് ദ റിസ്ക് എന്നൊക്കെയുള്ള മീനിങ്ങിൽ അത് ഉപയോഗിക്കാം. ദ കമ്പനി അപ്ഡ് ദ ആൻറ്റി ബൈ ഓഫറിംഗ് എ ഹയർ സാലറി ടു അട്രാക്ട് ദ ബെസ്റ്റ് കാൻഡിഡേറ്റ്. കമ്പനി അപ്ഡ് ദ ആൻറ്റി. നോക്കൂ, ബെസ്റ്റ് കാൻഡിഡേറ്റിനെ അട്രാക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി, ആകർഷിക്കുന്നതിന് വേണ്ടി ഹയർ സാലറി, കുറച്ചുകൂടി ഉയർത്തിയ സാലറി ഓഫർ ചെയ്തുകൊണ്ട് കമ്പനി അപ്ഡ് ദ ആൻറ്റി എന്ന് പറയുമ്പോൾ അവരുടെ ആ ഒരു ലെവൽ അവർ ഉയർത്തി. ഞങ്ങൾ ഇത്രയ്ക്ക് സാലറി തരാം എന്നൊക്കെ പറയുമ്പോൾ കൂടുതൽ കാൻഡിഡേറ്റ്സിനെ, നല്ല കാൻഡിഡേറ്റ്സിനെ അട്രാക്റ്റ് ചെയ്യാനുള്ള ഒരു വഴിയാണത്.